ഗോപികൃഷ്ണൻ, ഇവിടെ ഇറാനും അമേരിക്കയും ഒരേ സമയം നേരിടുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. അത് സ്വന്തം ജനതയോട് ഇക്കാര്യങ്ങൾ ഏത് നിലയിൽ വിശദീകരിക്കേണ്ട സാഹചര്യത്തിലേക്ക് അവർ എത്തുന്നു എന്നതുകൂടിയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനികർക്കെതിരെ പോലുമുള്ള ആക്രമണം ഉണ്ടാകുന്നു. വ്യാപകമായി അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ മൂവ്മെന്റ്സ് ഉണ്ടാകുന്നു. അവരുടെ കപ്പലിന് നേരെയുള്ള ആക്രമണം എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇറാനെതിരെയുള്ള ഒരു പ്രത്യക്ഷ യുദ്ധത്തിലേക്ക് ഇസ്രായേലിന്റെ മുന്നിൽ തന്നെ അമേരിക്ക എത്തുന്നതോടുകൂടി ആ നിലയിൽ അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന കോട്ടങ്ങളെ സ്വന്തം ജനതയോട് വിശദീകരിക്കേണ്ടി വരുന്ന സാഹചര്യം അമേരിക്കയെ സംബന്ധിച്ചുണ്ടാകുന്നുണ്ട്. അതേസമയം ഇറാന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇറാൻ ഈ GCC രാഷ്ട്രങ്ങളിലേക്ക് അടക്കം വ്യാപകമായി ആക്രമണം നടത്തുന്നത് ഒരു വേള ഈ യുദ്ധത്തെ അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ GCC രാഷ്ട്രങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും, ഒരു മധ്യസ്ഥതയിലേക്ക് അവർ പോകും എന്ന പ്രതീക്ഷയിലാണെന്നുള്ള വിശകലനങ്ങൾ വന്നിരുന്നു. പക്ഷേ ഇതാ GCC രാഷ്ട്രങ്ങൾ അതിശക്തമായി നിലപാടെടുക്കുന്നു. സൗദി ഇറാൻ അംബാസിഡറെ നേരിട്ട് വിളിച്ചു വരുത്തി അതൃപ്തി അറിയിക്കുകയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇറാന്റെ കയ്യിൽ നിന്നും അവർ പ്രതീക്ഷിച്ച നിലയിലേക്ക് എത്താത്ത സാഹചര്യവും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സാഹചര്യവും ഉണ്ടാകുന്നുണ്ടോ? അസിത, ഈ സ്വന്തം രാഷ്ട്രത്തിന്റെ പരമാധികാരം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പ്രത്യാക്രമണം നടത്താനുള്ള ഇറാന്റെ അവകാശത്തിന് സാധാരണ നിലയിൽ ഗൾഫ് രാഷ്ട്രങ്ങളുടെ ഒക്കെ പിന്തുണ, അല്ലെങ്കിൽ ആ തരത്തിൽ അവിടുത്തെ ജനതയുടെ ഒരു സെന്റിമെന്റ്സ് ഇറാൻ അനുകൂലമായി ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഇറാന് അനുകൂലമായ ഒരു വൈകാരികമായ ഒരു ആ നാട്ടിലെ ഗൾഫ് രാഷ്ട്രങ്ങളിലെ ജനതയുടെ വൈകാരികമായ അടുപ്പം അത് ഇപ്പോൾ ആ രാഷ്ട്രങ്ങൾ അതിൻ്റെ പോറലേൽക്കാൻ തുടങ്ങിയതോടെ അവർക്ക് പരിക്കേൽക്കാൻ കൂടി അത് ഇല്ലാതാകുന്നു. അവിടെയാണ് നേരത്തെ PP ജെയിംസ് സാർ പറഞ്ഞതുപോലെ തന്നെ ഇറാന് ആ അർത്ഥത്തിൽ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഫെയിലിയർ, ഒരു ഫൂളിഷ്നെസ് അതിനകത്ത് സംഭവിച്ചിരിക്കുന്നു. പക്ഷേ ഇറാന് സ്വന്തം ജനതയോട് പറയാൻ ചില ന്യായമുണ്ട്. അത് ഇറാനിലെ നമുക്കറിയാം 2025 ഡിസംബർ അവസാന വാരത്തിൽ ഇറാനിൽ തുടങ്ങിയ ഭരണവിരുദ്ധ വികാരവും അതിൻ്റെ ഭാഗമായി ജനങ്ങൾ തെരുവിലിറങ്ങി നടത്തിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ അതിനെ അടിച്ചമർത്തിയതിൻ്റെ പേരിലൊക്കെ ഇറാൻ ഭരണകൂടം വലിയ വിമർശനങ്ങൾ നേരിടുമ്പോഴും ആ ജനതയെ ഒന്നാകെ ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം എന്ന നിലയിൽ അയത്തുള്ള അലി ഖമേനിയെ പോലെയുള്ള ഒരു പരമോന്നത നേതാവിനെ നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ആ രക്തസാക്ഷ്യത്തിന് മുന്നിൽ അവരെയൊക്കെ ഒരുമിച്ച് നിർത്താൻ ഇറാന് കഴിയുന്നുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിൽ ഇറാന്റെ ശക്തമായ പ്രത്യാക്രമണത്തിന് കരുത്തു പകരുന്ന ഒരു ഘടകം. അതേസമയം തന്നെ ഈ ഒപ്പം നിർത്താൻ കഴിയുമായിരുന്ന ഗൾഫ് രാഷ്ട്രങ്ങളെ, അല്ലെങ്കിൽ ഇറാന്റെ പ്രത്യാക്രമണത്തിന് ന്യായം പറയാൻ ഒപ്പം നിൽക്കുമായിരുന്ന ഗൾഫ് രാഷ്ട്രങ്ങളെ അകറ്റുന്ന തരത്തിലായി ഇപ്പോഴത്തെ ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ കേൾക്കുന്ന പ്രശ്നങ്ങൾ എന്നതും വാസ്തവമാണ്. നേരത്തെ അസിത് ചോദിച്ചതുപോലെ തന്നെ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് സ്വന്തം ജനതയോട് എന്ത് പറയാനുണ്ട് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അതേസമയം ഈ ആക്രമണത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ചില കാരണമുണ്ട്. ഒന്ന്, ഇറാൻ ഒരു ആണവ ശക്തിയായി മാറിക്കഴിഞ്ഞാൽ, അണ്വായുധം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇറാൻ ആ മേഖലയിലെ ആകെ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു തീവ്രവാദ സ്വഭാവമുള്ള രാഷ്ട്രമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ കുറിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇന്ന് ആദ്യം അവർ അത് അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ പ്രയോഗിക്കും, പിന്നീട് അത് അമേരിക്കയ്ക്ക് നേരെ കൊണ്ടുവരുന്ന ഒന്നായി അത് മാറും. അങ്ങനെ അമേരിക്കൻ ജനതയുടെ സുരക്ഷിതത്വവും അമേരിക്കയുടെ സംരക്ഷണവും ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന് നേരെ ആക്രമണം നടത്തുന്നത് എന്നൊരു ന്യായമായിരുന്നു ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. നമുക്കറിയാം ഇസ്രായേൽ തുടക്കത്തിൽ ഇറാനെ ശത്രുപക്ഷത്ത് നിർത്തി പറഞ്ഞത് ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നു എന്നതാണ്. അത് 2025 ജൂണിൽ 12 ദിവസം നീണ്ടുനിന്ന ആക്രമണത്തിനൊടുവിൽ ഇറാന്റെ അത്തരത്തിലുള്ള ആണവ പദ്ധതി ഞങ്ങൾ തകർത്ത് കളഞ്ഞിരിക്കുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് അന്ന് പറഞ്ഞത്. അതിനുശേഷം ഇസ്രായേൽ പുതിയൊരു ന്യായം കണ്ടെത്തി. അത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ, ഏതാണ്ട് 8000 മുതൽ 10000 കിലോമീറ്റർ റേഞ്ചുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ നിർമ്മിക്കുന്നു. അത് ഏറ്റവും അധികം അപകടത്തിൽപ്പെടുത്താൻ പോകുന്നത് അമേരിക്കയുടെ സുരക്ഷയാണ് എന്ന് ഇസ്രായേൽ പറഞ്ഞു. അങ്ങനെ ആ ന്യായം പറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപിനെ വീണ്ടും ഒരിക്കൽ കൂടി സ്വാധീനിച്ചൊപ്പം നിർത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് ഒരു ആക്രമണത്തിലേക്ക് കടന്നത്. ഇതേ ന്യായം തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് സ്വന്തം ജനതയോടും പറയാൻ പോകുന്നത്. പക്ഷേ ഈ യുദ്ധത്തിന്റെ ആത്യന്തികമായ ഗുണഭോക്താവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഇസ്രായേലാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ്. കാരണം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സ്വകാര്യമായ രാഷ്ട്രീയ ലാഭം ഈ ആക്രമണത്തിന് പിന്നിലുണ്ട്. ഏതാനും മാസങ്ങൾക്ക് അകലെ നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിന് വീണ്ടും ജയിച്ചു കയറാൻ പാകത്തിൽ ഒരു രാജ്യത്തിന്റെ മുഴുവൻ, ആ ജനതയുടെ മുഴുവൻ വികാരത്തെയും യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ തനിക്ക് അനുകൂലമാക്കി മാറ്റി തീർക്കാൻ കഴിയും എന്ന വളരെ സമർത്ഥമായ ഒരു കണക്കുകൂട്ടൽ കൂടി ഈ ആക്രമണത്തിൽ അമേരിക്കയിൽ പ്രേരണ ചുമത്തി ഈ ആക്രമണത്തിലേക്ക് ഇറങ്ങിത്തിരിക്കും മുൻപ് ബെഞ്ചമിൻ നെതന്യാഹുവിനുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ രാഷ്ട്രീയ ലാഭം എല്ലാ അർത്ഥത്തിലും ഇതിന്റെ ഗുണഭോക്താവായി മാറാൻ പോകുന്നത് ഇസ്രായേലാണ്. പക്ഷേ അവിടെയും ഒരു കാൽക്കുലേഷനിൽ വന്ന ഒരു പിഴവ്
നേരത്തെ തന്നെ, അതായത് 2025 ജൂണിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് അമേരിക്ക നടത്തിയ, അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിലും അന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അയത്തുള്ള അലി ഖംനയെ ഏറ്റവും മോശമായ ഒരു മരണത്തിന്റെ സാഹചര്യം ഞാൻ ഒഴിവാക്കി കൊടുത്തിരിക്കുന്നു, അദ്ദേഹം എവിടെ ഒളിച്ചിരിക്കുന്നു എന്നതിൻ്റെ മുഴുവൻ ഇന്റലിജൻസ് വിവരങ്ങളും എൻ്റെ പക്കലുണ്ട്, പക്ഷേ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ഒരു സന്ദേശം അദ്ദേഹം ഡൊണാൾഡ് ട്രംപ് നൽകിയിരുന്നു. അന്ന് മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ 12 ദിവസം നീണ്ടുനിന്ന ഇസ്രായേൽ അമേരിക്കൻ സംയുക്ത ഓപ്പറേഷന്റെ ഭാഗമായി തന്നെ CIA അടക്കമുള്ള ചാര സംഘടനകൾ വളരെ സസൂക്ഷ്മം എങ്ങനെയാണ് അയത്തുള്ള അലി ഖംനയുടെ ദിനചര്യകൾ എന്താണ്, ഏത് തരത്തിലാണ് അവരുടെ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത്, എവിടെയൊക്കെയാണ് ഒളിത്താവളങ്ങൾ, ഭൂഗർഭാറുകളിൽ നടക്കുന്ന ഗൂഢാലോചനകൾ ഏത് സ്വഭാവത്തിലുള്ളതാണ് എന്നൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്, എവിടെയൊക്കെയാണ് അവരുടെ നിർണായകമായ യോഗങ്ങൾ ചേരുന്നത് എന്ന് തുടങ്ങിയുള്ള ഏറ്റവും തന്ത്രപ്രധാനമായ, ഏറ്റവും സൂക്ഷ്മമായ വിവരങ്ങൾ പോലും ശേഖരിക്കാനും അത് ആ ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറാനും CIA കഴിഞ്ഞുണ്ട്. അന്ന് CIA തുടങ്ങിയിട്ടുള്ള ഓപ്പറേഷനാണ് ഇന്നിപ്പോൾ അയത്തുള്ള അൽ ഖംനയുടെ കൊലപാതകത്തിലേക്ക്, അല്ലെങ്കിൽ വധത്തിൽ ചെന്ന് കലാശിച്ചിരിക്കുന്നത്. കാരണം ശനിയാഴ്ച രാവിലെ, ഇത് അമേരിക്ക നേരത്തെ നിശ്ചയിച്ചിരുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചും അർദ്ധരാത്രി ആക്രമണം നടത്താനായിരുന്നു. പക്ഷേ അതിനേക്കാൾ എളുപ്പവും കൂടുതൽ നേതൃനിരയിലുള്ള ആളുകളെ കൊലപ്പെടുത്താനും കഴിയുക പകൽ വെളിച്ചത്തിൽ ശനിയാഴ്ച രാവിലെ പതിവ് പോലെ ഔദ്യോഗിക വസതിയിൽ, ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും അധികം സുരക്ഷാ വലയങ്ങൾ തീർത്തിട്ടുള്ള ഔദ്യോഗിക വസതിയിൽ കൂടിയാലോചനകൾക്ക് വേണ്ടി അയത്തുള്ള അൽ ഖംനയി എത്തുന്ന ശനിയാഴ്ച രാവിലത്തെ സമയം അവർ തിരഞ്ഞെടുക്കുകയായിരുന്നു. അങ്ങനെ വന്നാൽ ഖംനയിക്കൊപ്പം നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതൃനിരയെ ഒന്നാകെ നിഷ്കാസനം ചെയ്യാൻ, ഇല്ലാതാക്കാൻ കഴിയും എന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് രാത്രി നടത്താൻ തീരുമാനിച്ചിരുന്ന ഒരു സ്ട്രൈക്ക് അവർ പകൽ നടത്താൻ ഒടുവിൽ തീരുമാനിച്ചത്. അയത്തുള്ള അൽ ഖംനയി കഴിഞ്ഞ ഏതാണ്ട് 2-2.5 മാസക്കാലമായി ഏറ്റവും അടുത്തുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ പോലും, അല്ലെങ്കിൽ മന്ത്രിസഭയുടെ ഭാഗമായി നിന്നിരുന്ന മന്ത്രിമാർ പോലും, ആ നേതൃനിരയിൽ ഏറ്റവും ഉന്നതരായ ആളുകളെ പോലും കണ്ണ് കെട്ടിക്കൊണ്ടാണ് അയത്തുള്ള അൽ ഖംനയി നിൽക്കുന്ന പ്രദേശത്തേക്ക് കൊണ്ടുപോരുന്നത്. അങ്ങനെ സ്വന്തം നേതൃനിരയിൽ നിന്ന് പോലും വിവരങ്ങൾ ചോർന്നു പോകാം എന്നൊക്കെയുള്ള ഒരു കണക്കുകൂട്ടലും ആശങ്കയും ഒക്കെ ഇറാൻ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു തരത്തിലും ഖംനയുടെ ഒളിത്താവളമോ, ഖംനയെ മാറ്റിപ്പാർപ്പിക്കുന്ന ഇടങ്ങളോ, ഖംനയുടെ സഞ്ചാര പദങ്ങളോ, അതിന്റെ വിവരങ്ങൾ ഒരു കാരണവശാലും പുറത്തു പോകരുത് എന്നതിൽ സശ്രദ്ധം ഇറാൻ കാര്യങ്ങൾ സൂക്ഷ്മതയോടുകൂടിയാണ് നീക്കിയത്. പക്ഷേ അത്തരത്തിലുള്ള നീക്കങ്ങളെയൊക്കെ പൊളിച്ചു കളഞ്ഞുകൊണ്ടാണ് CIA ഈ രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറിയതും ഏറ്റവും ഒടുവിൽ അയത്തുള്ള അൽ ഖംനയുടെ വധം നടക്കുകയും ചെയ്തിരിക്കുന്നത്. അവിടെയും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരു മിസ്കാൽക്കുലേഷൻ ഉണ്ടായിട്ടുണ്ട്. അയത്തുള്ള അൽ ഖംനയി എന്ന ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് കൊല്ലപ്പെട്ടതോടുകൂടി ഏത് വിധേനയും തിരിച്ചടിക്കുക, എത്ര ശക്തമായി തിരിച്ചടിക്കാൻ കഴിയുമോ അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും. അതിന്റെ അനന്തര ഫലമാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് 3 സൈനികരെ നഷ്ടപ്പെട്ടിരിക്കുന്നതും ഇസ്രായേൽ വീണ്ടും മിസൈൽ ആക്രമണം നടക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടുതൽ ശക്തമായ ഒരു യുദ്ധത്തിലേക്ക് മാറാൻ പോകുന്നു. അതിൽ ഗൾഫ് രാഷ്ട്രങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകൾ, അവർ ആർക്കൊപ്പം നിൽക്കാൻ പോകുന്നു എന്ന് തുടങ്ങി, എങ്ങനെയാണ് മേഖലയിൽ ഇനി ഇസ്രായേലിന്റെ പ്രത്യാക്രമണത്തെ ഇനി എങ്ങനെയാണ് അത് ഒഴിവാക്കാൻ കഴിയുക, അല്ലെങ്കിൽ അതിനെ നിർവീര്യമാക്കാൻ കഴിയുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവ്യക്തത നിലനിൽക്കുകയാണ്. യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, മധ്യപൂർവേഷ്യയിൽ എല്ലാ കാലത്തെയും പോലെ അത് അവസാനിപ്പിക്കാനാണ് പ്രയാസം. അത് ഏത് നിലയിലാണ് അവസാനിക്കുക എന്ന് ഒരു തരത്തിലും ഒരു നിഗമനത്തിലെത്താൻ കഴിയാത്ത ഗുരുതരമായ സങ്കീർണമായ സ്ഥിതിവിശേഷമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ളത്. അസിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.